ഹലോ ഗൈസ്, അപ്പോൾ ഞാനിതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയാട്ടോ, ഇന്ദിര എന്ന എൻ്റെ അമ്മയുടെ പേര്. അമ്മയ്ക്ക് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുന്ന ഭയങ്കര നാണുള്ള പരിപാടിയാണ്. എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. വടകര വില്യാപ്പള്ളി ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റിൽ. എന്തിനാ വന്നതെന്നല്ലേ? സ്വതവേ സാധനം മേടിക്കാനാണല്ലോ നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ വരിക. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളും സാധനം വാങ്ങാൻ തന്നെയാണ് വന്നത്. അങ്ങനെ ഡോക്ടർ വാഷൊക്കെ എടുത്തു. മെയിനായിട്ട് ഞങ്ങൾ വാങ്ങാൻ വന്നത്, ഇനിയിപ്പം മറ്റന്നാൾ കർക്കിടകം തുടങ്ങുകയല്ലേ, അപ്പോൾ കർക്കിടക കിറ്റൊക്കെ ഉണ്ടാവുമല്ലോ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വാങ്ങാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കോട്ടും ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കോട്ടും ഇട്ട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ മറ്റന്നാളാണ് കർക്കിടകം, രാമായണ മാസം തുടങ്ങുന്നത് എന്ന്. അപ്പം ഞാൻ രാമായണ പാരായണം നടത്തുന്നത് കൊണ്ട് ഞാൻ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കും ആ ഒരു മാസം. അപ്പം ഞാൻ വിചാരിച്ചു നല്ല മാങ്ങ അച്ചാറൊക്കെ എടുത്തിട്ട് നല്ല ചോറിന് നന്നായിട്ട് കഴിക്കാമല്ലോ എന്ന്. ഡോക്ടർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ബി എന്ന് പറഞ്ഞിട്ടുള്ള അച്ചാറ് നല്ല അച്ചാറാന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഞാനത് എടുത്തു. പിന്നെ അങ്ങനെ എന്താ പറയുക, നിങ്ങളെല്ലാവരും രാമായണ മാസം വ്രതത്തോടു കൂടെ എടുക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ എന്തായാലും വ്രതത്തോടു കൂടെ തന്നെ എടുക്കും. അത് എൻ്റെ ഒരു തീരുമാനമാണ്. അതല്ലേ നല്ലത്. ഭഗവാന്റെ ആ ഒരു രാമായണം പാരായണം ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ വ്രതത്തോടു കൂടെ എടുത്ത് പാരായണം ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. പിന്നെ അങ്ങനെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ വന്നപ്പോൾ നമ്മൾ എത്ര വലുതായാലും ചോക്ലേറ്റിനോടുള്ള ആർത്തി അവസാനിക്കില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്കും അവസാനിച്ചിരുന്നില്ല. എനിക്കാണെങ്കിൽ മിൽക്കി ബാറാണ് കൂടുതൽ ഇഷ്ടം, ഈ ചെറിയ പണ്ടുള്ള 5 രൂപേൻ്റെ മിൽക്കി ബാർ. അപ്പോൾ അതും എടുത്തു. അങ്ങനെ കണ്ടില്ലേ, കർക്കിടക കിറ്റാണിത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാസം ആകുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ് കടകളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെ അമ്മ ഇത് കണ്ടപ്പോൾ അമ്മ ഇത് എടുത്തു. നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല, ഒടുക്കത്തെ മഴ. എന്താ പറയുക, എന്തായാലും നല്ലൊരു സുഖമായിരുന്നു. പക്ഷെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ നല്ല മഴ പെയ്താൽ വലിയ കഷ്ടമാണത്. കാരണം ഇങ്ങനെ മുള്ളു പോലെ തറച്ച് കയറും നമ്മുടെ മുഖത്തോട്ടേക്ക് മഴത്തുള്ളികൾ. അപ്പോൾ മഴയ്ക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു, ബില്ലാക്കാൻ പോവുകയാണ്. അങ്ങനെ സാധനവും വാങ്ങി ഞങ്ങൾ ഡേമാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ചെറിയ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ പോകുന്നതിനേക്കാളും ഇങ്ങോട്ട് വരുമ്പോഴുള്ള മഴ സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അങ്ങനെ എൻ്റെ കോലമൊക്കെ കണ്ടില്ലേ, ഗംഭീര കോലായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, രസമല്ലേ. അപ്പോൾ എല്ലാവർക്കും രാമായണ മാസ ആരംഭ ആശംസകൾ. എല്ലാവരും നല്ല വ്രതനിഷ്ഠയോടുകൂടെ രാമായണ പാരായണം ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ. അപ്പോൾ ടാറ്റ.